ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിൽ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ചില വാർത്തകൾ ഇൻവെസ്റ്റേഴ്സിനെ ഒരുതരം പാനിക് സിറ്റുവേഷനിലേക്ക് തള്ളിവിടാറുണ്ട്. അത്തരത്തിൽ 3 വാർത്തകൾ ഒന്നിച്ചു വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ ഉപയോഗിക്കുന്ന 4 ഡിസ്കൗണ്ട് ബ്രോക്കർ ആപ്പുകളിലൊന്നായിട്ടുള്ള ഗ്രോ ആപ്പ്, അതേപോലെ ഞാൻ സിപ്പ് ചെയ്യുന്ന ഒരു ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു സ്കീം, അതേപോലെ എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലുള്ള ഹാപ്പിയസ്റ്റ് മൈൻഡ് എന്ന് പറയുന്ന സ്റ്റോക്ക്. ഈ 3 സ്റ്റോക്കുകളിലും ഒന്നിച്ച് ബാഡ് ആയിട്ടുള്ള ന്യൂസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു 3 സിറ്റുവേഷനെയും എങ്ങനെ സമീപിക്കണമെന്നാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ ഗ്രോ ആപ്പുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഗ്രോ ആപ്പ് എന്ന് പറയുന്നത് 2016 4 ഫ്ലിപ്കാർട്ടിൽ ജോലി ചെയ്യുന്ന യങ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ലളിത് കിഷിർ, അതുപോലെ ഹർഷ് ജെയിൻ, ഇഷാൻ ബെൻസൽ ആൻഡ് നീരജ് സിംഗ് എന്ന് പറയുന്ന 4 IIT ഗ്രാജുവേറ്റ്സ് ചേർന്നാണ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഫിൻടെക് കമ്പനിയായ ഗ്രോ എന്ന ഡിസ്കൗണ്ട് ബ്രോക്കർ പ്ലാറ്റ്ഫോം ആരംഭിച്ചത്. അപ്പോൾ അതിവേഗം വളർന്ന ഗ്രോയുടെ ക്ലയൻറ്റ് ബേസ് 2023 10 മില്യൺ ക്രോസ് ചെയ്തത് കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ NSEയിൽ കഴിഞ്ഞ മെയ് മാസം ഗ്രോ സമർപ്പിച്ച ഒരു ഡാറ്റ പ്രകാരം അവരുടെ UCC അഥവാ യുണീക്ക് ക്ലയൻറ്റ് കോഡ്സ്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലയൻറ്റ് ബേസ് നോക്കുകയാണെങ്കിൽ 10.36 മില്യൺ എന്നുള്ള ഒരു കണക്കിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ടോട്ടൽ ക്ലയൻറ്റ് ബേസ് നോക്കുകയാണെങ്കിൽ 41.4 മില്യൺ ആണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ ക്ലയൻറ്റ് ബേസ് ഡബിൾ ആയതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഡിസ്കൗണ്ട് ബ്രോക്കറായിട്ടുള്ള സെറോദയെ മറികടന്നുകൊണ്ടാണ് ഈ ക്ലയൻറ്റ് ബേസ് നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇവരിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അധികം ക്ലയൻറ്റ് ബേസുള്ള കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ടോപ്പ് 5 ബ്രോക്കർമാരുടെ കൂട്ടത്തിൽ 1ാം സ്ഥാനത്ത് ഗ്രോയും, 2ാം സ്ഥാനത്ത് 7.51 മില്യൺ ക്ലയൻറ്റ് ബേസോടുകൂടി സെറോദയും, 3ാം സ്ഥാനത്ത് 6.5 മില്യൺ ക്ലയൻറ്റ് ബേസോടുകൂടി ഏഞ്ചൽ വണ്ണും, 4ാം സ്ഥാനത്ത് അപ്സ്റ്റോക്സും, 5ാം സ്ഥാനത്ത് ICICI സെക്യൂരിറ്റീസുമാണ് 4.5 മില്യൺ ക്ലയൻറ്റ് ബേസോടുകൂടി 4-5 സ്ഥാനങ്ങൾ പങ്കിട്ടിട്ടുള്ളത്. ഇപ്പോൾ ഗ്രോ ആപ്പിൻ്റെ ഈ ഒരു വളർച്ചയ്ക്കുള്ള പ്രധാന കാരണം അവരുടെ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജും AMC ചാർജും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് വൻ ഓഫറുകൾ ക്ലയൻസിന് നൽകിക്കൊണ്ടാണ് ഗ്രോ അവരുടെ മാർക്കറ്റ് ഷെയർ പിടിച്ചെടുത്തത്. എന്നാൽ ഇപ്പോൾ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് ഗ്രോയുമായി ബന്ധപ്പെട്ട ഒരു ഫ്രോഡ് വാർത്ത വന്നത് ശേഷമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളത്. പഴയ ട്വിറ്റർ, ഇപ്പോൾ അതിൻ്റെ പേര് X എന്ന, എലോൺ മസ്ക് ഓണറായതിനു ശേഷം അതിൻ്റെ പേര് X എന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആ ഒരു X പ്ലാറ്റ്ഫോമിൽ ഹരീന്ദർ പ്രതാപ് സിംഗ് പറയുന്ന ഒരു വ്യക്തി കുറിച്ച ഒരു പരാതിയാണ് ഈ ഒരു കൊടുങ്കാറ്റ് ഗ്രോ എന്ന ആപ്പിനെതിരെ അയച്ചുവിട്ടിട്ടുള്ളത്. 2020 ഹരീന്ദർ പ്രതാപ് സിംഗിൻ്റെ സഹോദരി അവർ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ ഗ്രോ ആപ്പിൻ്റെ പ്ലാറ്റ്ഫോം വഴി ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഗ്രോ ആപ്പിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ അവർ പണം ട്രാൻസ്ഫർ ചെയ്തു. ആ ഗ്രോ ആപ്പിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഈ പരാഗ് പരീഖിൻ്റെ AMCയിലേക്ക് ആ പണം ട്രാൻസ്ഫർ ചെയ്തത് എന്നാണ് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫോളിയോ നമ്പറും ഗ്രോയുടെ ഡാഷ്ബോർഡിൽ കൃത്യമായിട്ട് കാണിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഗ്രോ ആപ്പിൽ അവരുടെ മറ്റ് നിക്ഷേപങ്ങളുടെ കൂട്ടത്തിൽ ഇത് എപ്പോഴും അവിടെ ഡിസ്പ്ലേ ചെയ്തതായിട്ട് ഇവർ പറയുന്നു. അപ്പോൾ ഈ പണം ഇപ്പോൾ ആവശ്യമായി വന്നു കഴിഞ്ഞാൽ 4 വർഷങ്ങൾക്ക് ശേഷം അവരത് റെഡീം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെ ഒരു ഫോളിയോ ഇല്ലെന്നും അത് നമുക്ക് അങ്ങനെ ഒരു പണം ലഭിച്ചിട്ടില്ലെന്നും പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ടിൻ്റെ AMC അറിയിച്ചതിനെ തുടർന്ന് അവർ ഗ്രോ ആപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ അവരും കൈമലർത്തുകയുണ്ടായത്. എന്നാൽ ഗ്രോ ആപ്പിൽ ഇവർ ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ച സമയത്ത് ഗ്രോ ആപ്പിൻ്റെ ഡാഷ്ബോർഡിൽ അതുവരെ കാണിച്ചുകൊണ്ടിരുന്ന പോർട്ട്ഫോളിയോയുടെ നമ്പറും അതിൻ്റെ ഡിസ്പ്ലേയും ഒക്കെ അവർ ഡിലീറ്റ് ചെയ്യുകയുണ്ടായത്. അപ്പോൾ ഈ കാര്യവും വെച്ചുകൊണ്ട് ആണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ചർച്ച വിവാദമായത്. അപ്പോൾ വലിയ ചർച്ചയായപ്പോൾ ഗ്രോ അതിനൊരു വിശദീകരണമായി വരികയും ഇതൊരു ടെക്നിക്കൽ എററാണെന്ന് വിശദീകരിക്കുകയും ഇൻവെസ്റ്ററുടെ പണം നഷ്ടപരിഹാരം സഹിതം തിരിച്ചു നൽകാൻ നമ്മൾ എല്ലാവിധ സഹായവും നൽകുമെന്നൊക്കെയാണ് ഗ്രോ നൽകിയിട്ടുള്ള വിശദീകരണം. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ അതിശക്തമായ പ്രതിഷേധം കാരണമാണ് ഈ ഗ്രോ ആപ്പ് ഇങ്ങനെയൊരു സൊല്യൂഷൻ കൊണ്ടുവരേണ്ടി വന്നത്. അല്ലായിരുന്നുവെങ്കിൽ ആ പരാതി അവർ പരിഗണിക്കുകയോ ചെയ്യുമായിരുന്നില്ല എന്നാണ് അവരുടെ ആദ്യത്തെ പ്രതികരണത്തിൽ മനസ്സിലാവുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു പ്രതികരണം ഈ കമ്പനി നടത്തിയത് തികച്ചും തെറ്റാണ്. അവരുടെ ഭാഗത്തു നിന്ന് വലിയൊരു വീഴ്ചയാണ്. കാരണം ഒരു ഇൻവെസ്റ്റർ ജെന്യുവിനായിട്ടുള്ള ഒരു പരാതി ഉന്നയിക്കുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാനുള്ള പ്രാഥമിക ബാധ്യത കമ്പനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ട്രസ്റ്റ് ഇടിയാൻ ഇതൊരു കാരണമാകും. അപ്പോൾ
ഭാവിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ സെബി ഓൾറെഡി ഇതിൻ്റെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് 2 വർഷം മുമ്പേ. ഇപ്പോൾ 2022 കൊണ്ടുവന്ന ഒരു ഗൈഡ് ലൈൻസ് പ്രകാരം ഇനി മുതൽ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഒരിക്കലും ഈ ഡിസ്കൗണ്ട് ബ്രോക്കറുടെ പൂൾ അക്കൗണ്ടിലേക്ക് പോകാതെ നേരിട്ട് AMCയിലേക്കാണ് പോവുക. അതേപോലെ നമ്മൾ റെഡീം ചെയ്യുമ്പോൾ നേരിട്ട് നമ്മൾ അക്കൗണ്ടിലേക്കാണ് വരിക. അപ്പോൾ അതും ഈ ബ്രോക്കറെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്. അവർ ഈ ഇൻവെസ്റ്ററുടെ പണം കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. ആ രീതിയിലുള്ള ഗൈഡ് ലൈൻസ് 2022 ഈ സെബി ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം നടന്നത് 2020 പക്ഷേ ഈ ഫണ്ട് അവർ പിൻവലിക്കാൻ പോയത് ഈ 2024 അതിനിടയിൽ അവർ ഇതിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം അന്നേ പരിഹരിക്കപ്പെടുമായിരുന്നു. അപ്പോൾ ഇനി ഇൻവെസ്റ്റർ ഇങ്ങനെ ഈ ഗ്രോ ആപ്പിൽ വഴി മ്യൂച്വൽ ഫണ്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ നമ്മുടെ പണം ഒരിക്കലും ഗ്രോ ആപ്പിൻ്റെ പൂൾ അക്കൗണ്ടിലേക്ക് പോകുന്നില്ല, നേരിട്ട് AMCയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഈ കാര്യത്തിൽ ഇനിയൊരു വറി ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഇത്ര മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. വേറെ ഈ ഗ്രോ ആപ്പിൻ്റെ വിശ്വാസ്യതയിൽ നേരിയ ഒരു ഇടിവ് സ്വാഭാവികമായിട്ട് ഈ ഒരു പ്രശ്നം കാരണം സംഭവിച്ചിട്ടുണ്ട്. ആ ടെക്നിക്കൽ എറർ ഇഷ്യൂ ആദ്യം തന്നെ അവർ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണമായിരുന്നു. ഇനി രണ്ടാമത്തെ പ്രശ്നം ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മ്യൂച്വൽ ഫണ്ട് ഹൗസാണ് ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട്. ഏത് കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീം എടുത്താലും ആ സെക്ടറിൽ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരായിരിക്കും അതിലെ ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് ഫണ്ടായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അവരുടെ ലേറ്റസ്റ്റ് ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ 93,000 കോടി വർത്തുള്ള ഒരു അസറ്റാണ് AUM ആണ് അവർ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടാതെ ഇവർക്ക് 50 ലക്ഷത്തിന് മുകളിൽ ക്ലയൻറ്റ് ഫോളിയോകളുണ്ട് എന്നാണ് അവരുടെ ഡാറ്റകൾ നമുക്ക് മനസ്സിലാകുന്നത്. 27ലധികം മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ മാനേജ് ചെയ്യുന്ന ഇവരുടെ സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെ AUM 21,241 കോടിയായിട്ട് വളർന്നിട്ടുണ്ട്. 2000 നിന്നാണ് അത് 21,000 കോടിയായിട്ട് വളർന്നിട്ടുള്ളത് ഒരു വർഷം കൊണ്ട്. അപ്പോൾ ഈ സ്മോൾ ക്യാപ്പ് കഴിഞ്ഞ വർഷം നൽകിയ റിട്ടേൺ എന്ന് പറയുന്നത് 68%. ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് ആദ്യം ക്വാണ്ട് ക്യാപിറ്റലായിരുന്നു. അവർ എസ്കോട്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ ആ ഫണ്ട് ഹൗസ് മൊത്തം ഏറ്റെടുക്കുകയായിരുന്നു 2018. അതിനുശേഷം അത് റീലോഞ്ച് ചെയ്താണ് ഈ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. അതിൽ ഈ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് അവരുടെ ഇത്രയധികം റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് വിശദമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിന് എതിരെ ഉയർന്നു വന്ന ഇപ്പോഴത്തെ ആരോപണം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് റണ്ണിങ് ആണ്. അപ്പോൾ എന്താണ് ഈ ഫ്രണ്ട് റണ്ണിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ക്വാണ്ട് ഫണ്ട് ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അവരെപ്പോഴും ചെറിയ ക്വാണ്ടിറ്റി അല്ല, വലിയ ക്വാണ്ടിറ്റി ആയിരിക്കും എടുക്കുക. അപ്പോൾ 1 കോടിയോ 2 കോടിയോ ഒന്നും ആയിരിക്കില്ല അത്. അപ്പോൾ ആ ഒറ്റയൊരു കാരണം കൊണ്ട് സ്റ്റോക്കിൻ്റെ വില വൻതോതിൽ ഉയരും. അതേപോലെ നേരെ തിരിച്ച് ഇവർ ഏതെങ്കിലും സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആവുകയാണെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ വില വൻതോതിൽ തകരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് എടുക്കുമ്പോൾ ആ വിവരം പുറത്ത് ലീക്കായാൽ, ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിക്ക് അത് കിട്ടിയാൽ അവർ സ്വാഭാവികമായിട്ടും ആ സ്റ്റോക്കിൽ ഓൾറെഡി പോയിട്ട് പൊസിഷൻ എടുക്കും. കാരണം ആ സമയത്ത് അത് ചെറിയ വിലക്ക് കിട്ടും. ക്വാണ്ടം മ്യൂച്വൽ ഫണ്ട് അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വില ഷൂട്ടപ്പ് ചെയ്യുകയും ഇവർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. ഇവരുടെ ഈ ഒരു തീരുമാനം പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതിന് പല സാധ്യതകളുണ്ട്. ഒന്നുകിൽ അത് മാനേജറുടെ കയ്യിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകാം, അല്ലെങ്കിൽ അയാളുടെ ബിനാമിക്ക് അവർ ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടാവാം, അതല്ലെങ്കിൽ ഇവരുടെ ഫണ്ട് ഹൗസിലുള്ള ഓഫീസ് സ്റ്റാഫുകളിൽ ആരെങ്കിലും അത് ലീക്ക് ചെയ്തുകൊണ്ട് പുറത്തു വിടുന്നുണ്ടാവാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെയൊരു മാനിപ്പുലേഷൻ നടക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ സെബി കർശനമായ നിയന്ത്രണങ്ങൾ ഈ ഫ്രണ്ട് റണ്ണിങ്ങിനെതിരെ എടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊരു ഫ്രണ്ട് റണ്ണിങ് നടന്നതിന് ഇൻഫർമേഷൻ സെബിക്ക് കിട്ടിയത് കൊണ്ടാണ് അത് റെയ്ഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ഈ സെബി പോയിട്ടുള്ളത്. പക്ഷെ അതിനോട് ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് പ്രതികരിച്ചത് അവർ സ്വാഭാവികമായിട്ടും എല്ലാവിധ ഇതും അനുസരിച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണവുമായിട്ട് നമ്മൾ സഹകരിക്കുമെന്നും എല്ലാവിധ സഹകരണം നൽകുമെന്നുമാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ അന്വേഷണം പൂർത്തിയാൽ മാത്രമേ ഇവിടെ ആരാണ് ശരിക്കുള്ള കൾപ്രിറ്റ് പ്രതി എന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അത് ചിലപ്പോൾ അത് ടോപ്പ് മാനേജ്മെൻറ്റ് ലെവലിൽ നടന്ന തട്ടിപ്പാണെങ്കിൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്.
എന്നാൽ അത് ഏതെങ്കിലും ബ്രോക്കറോ ഏതെങ്കിലും തേർഡ് പാർട്ടിയോ മാത്രം ചെയ്ത ഒരു വിഷയമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലോവർ ലെവലിലുള്ള ഏതെങ്കിലും ഓഫീസ് സ്റ്റാഫോ മറ്റോ ചെയ്തതാണെങ്കിൽ ആ സ്റ്റാഫിനെതിരെ ആക്ഷൻ എടുത്തുകൊണ്ട് ആ പ്രശ്നം അവിടെ അവസാനിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിനെ വളരെ സംശയത്തോടെ നോക്കുന്ന എത്രയോ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. സ്വാഭാവികമായിട്ടും അവർ ഇതിനെ ഒരു പാനിക് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ക്വാണ്ടം മ്യൂച്വൽ ഫണ്ട് ഹൗസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ വരും. അതിന് കണക്കായ ക്യാഷ് അവരുടെ കയ്യിലില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ഹോൾഡിങ്ങിലുള്ള സ്റ്റോക്കുകൾ അവർ വിൽക്കേണ്ടി വരും. അങ്ങനെ വിൽക്കുമ്പോൾ അത് NAVയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് NAVയിൽ ചെറിയൊരു ഡിപ്പൊക്കെ ഉണ്ടാവാം, ഒരു നല്ല തോതിലുള്ള ഫണ്ട് ഔട്ട്ഫ്ലോ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം. അപ്പോൾ അത്തരം സിറ്റുവേഷൻ താൽക്കാലികമായിരിക്കും എന്നാണ് മനസ്സിലാക്കുക. കാരണം ഈ പ്രശ്നം വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ആക്സിസ് മ്യൂച്വൽ ഫണ്ടിലും മുമ്പ് HDFC AMCയുടെ ഫണ്ടിലൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് വളരെ പെട്ടെന്ന് ആക്ഷൻ എടുത്തിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ബാൻ ചെയ്യുകയാണ് ചെയ്യുക. അത് മാനേജറെ ആവാം, ചിലപ്പോൾ അത് ചെറിയ സ്റ്റാഫ്. അവരൊരിക്കലും പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ അവർക്ക് ഇടപെടാൻ കഴിയാത്ത വിധം അവരെ ബാൻ ചെയ്യും. എന്നാൽ ഫണ്ട് ഹൗസിനൊന്നും സംഭവിക്കില്ല, നമ്മളെ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് പിന്നെ എങ്ങനെ ആക്സിസ് മ്യൂച്വൽ ഫണ്ട് ഇപ്പം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, HDFC നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ക്വാണ്ട് ഫണ്ടും ആക്ഷന് ശേഷം നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് തീരുമാനം എടുക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങളെ റിസ്ക് അപ്പറ്റേറ്റുമായിട്ട് അത് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ചിലർ അത് താൽക്കാലികമായി എക്സിറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ആ പ്രശ്നം സോൾവ് ആകുമ്പോൾ എൻട്രി ചെയ്യുക എന്ന് തീരുമാനമെടുക്കുന്നവരുണ്ട്. ചിലർ അത് ഹോൾഡ് ചെയ്തുകൊണ്ട് പുതിയ ഫ്രഷ് എൻട്രി നടത്താതെ വെയിറ്റ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഇത് ഏത് വേണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സിന് വിട്ടുതരികയാണ്. ഇനി മൂന്നാമത്തെ ഒരു ഇഷ്യൂ ഇന്ന് വന്നിട്ടുള്ളത് ഹാപ്പിയസ്റ്റ് മൈൻഡ് എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ്. ഇന്ന് 9% ക്രാഷാണ് ഈ സ്റ്റോക്കിൽ നടന്നത്. അപ്പോൾ ഒരു ബ്ലോക്ക് ഡീൽ നടന്നു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇത് സംഭവിച്ചത്. 1076 കോടി രൂപയുടെ ഒരു ബ്ലോക്ക് ഡീലാണ് ഈ സ്റ്റോക്കിൽ നടന്നത്. അതായത് 1,27,00,000 ഷെയറുകളാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത്. ഈ ഒരു ഷെയറിന് 826 രൂപ ഫ്ലോർ വില നിശ്ചയിച്ചാണ് സ്റ്റോക്ക് വിൽപ്പന നടന്നത്. അപ്പോൾ ഇവിടെയാണ് പ്രശ്നം, ഈ ഫ്ലോർ വിലയാണ് പ്രശ്നം. 826 എന്നുള്ളത് 10% മാർക്കറ്റ് വിലയെക്കാട്ട് കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്കിൻ്റെ വില അതുകൊണ്ട് തന്നെ താഴോട്ടേക്ക് വരും. അപ്പോൾ ആ ഒരു 10% ഇപ്പോൾ താഴോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആരാണ് വിറ്റത് അല്ലെങ്കിൽ ആരാണ് വാങ്ങിയത് എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ചിത്രം വന്നിട്ടില്ലെങ്കിലും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൊമോട്ടറായിട്ടുള്ള എക്സിക്യൂട്ടീവ് ചെയർമാൻ അശോക് സൂട്ട അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള 6% സ്റ്റേക്ക് സെൽ ചെയ്തതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നാൽ മൊത്തത്തിൽ 8.3% സെയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്നത് ആരാണ് സെയിൽ ചെയ്തത് എന്നും വ്യക്തമല്ല. അപ്പോൾ ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 50% മുകളിലുണ്ട്. 50.24 ആണ് ഇവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ്. അപ്പോൾ ഈ ഒരു ഡീലിനോടുകൂടി ഇവരുടെ ആ ഒരു 50% എന്നുള്ള ഒരു ശക്തമായ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ നിന്ന് ഇത് താഴോട്ടേക്ക് വരും. ഈ ഒരു 50%-ൽ 38% അശോക് സൂട്ടയുടെ ഹോൾഡിംഗ് ആണ്. അപ്പോൾ അശോക് സൂട്ടയാണ് ഇതിൽ നിന്ന് 6% ഹോൾഡിംഗ് ഒഴിവാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വോയിസ് ഈ സ്റ്റോക്കിൽ കുറഞ്ഞു വരും, അല്ലെങ്കിൽ ഈ കമ്പനിയിൽ കുറഞ്ഞു വരും. പ്രൊമോട്ടർ ഹോൾഡിങ്ങിൻ്റെ ആ ഒരു അപ്പർ ഹാൻഡ് ഇതിൽ നിന്ന് കുറഞ്ഞു വരാനുള്ള ഒരു സാധ്യതയും ഈ സ്റ്റോക്കിലുണ്ട്. എന്നാൽ ഇവിടെ ഈ അശോക് സൂട്ട അദ്ദേഹം ഒരു പ്രൊമോട്ടർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സെബി നിശ്ചയിച്ച ലോക്കിൻ പീരീഡ് ഉണ്ടാവും. അതുകൊണ്ട് ഇനിയൊരു 6 മാസം കഴിഞ്ഞ ശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിങ് സെൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കൂടുതൽ സെല്ലിംഗ് ഇതിലിനി നടക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റെബിലിറ്റി എന്തായാലും സ്റ്റോക്കിൽ ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കമ്പനിയുടെ വരാൻ പോകുന്ന റവന്യൂ ഗ്രോത്ത് 35% മുതൽ 40% വളരുമെന്നാണ് അവരുടെ കോൺകോളിൽ അവർ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ അവരുടെ മാർജിൻ 22% മുതൽ 24% ആയിരിക്കും FY25 എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ജനറേറ്റീവ് AI മേഖലയിൽ അതിനെ ബേസ് ചെയ്തുള്ള ബിസിനസ്സുകൾ വേറെ തന്നെ സെഗ്മെൻറ്റുകളായിക്കൊണ്ട് പ്രവർത്തിക്കുകയാണെന്നും നല്ല രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെ അവർ മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെയാണ് കഴിഞ്ഞ Q4 റിസൾട്ടുമായി ബന്ധപ്പെട്ട് വന്ന ആ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിലൊക്കെ പറഞ്ഞിരുന്നത്. അത്തരം എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്താൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ ഒരു ഓഫ്ലോഡിങ് ഇവർ നടത്തിയിട്ടുണ്ടാവുക. ഏതായാലും ഇപ്പോൾ ഈ സ്റ്റോക്ക് 18% കറക്റ്റ് ചെയ്തുകൊണ്ടാണ്, അതിൻ്റെ 52 കയ്യിൽ നിന്നും 18% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കരുതാം. അടുത്ത ദിവസങ്ങളിൽ അത് കൂടുതൽ താഴോട്ടേക്ക് പോയേക്കാം. എങ്കിലും 750-800 എന്നുള്ള ലെവല് ഈ സ്റ്റോക്കിൻ്റെ നല്ലൊരു സപ്പോർട്ട് ബൈങ് റേഞ്ചാണ്. ആ ലെവലിൽ ഈ സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കുമെന്നാണ് മനസ്സിലാക്കുക. കാരണം ഈ സ്റ്റോക്ക് ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ബിസിനസ്സിലുള്ള ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ നല്ല ഒരു ഗ്രോത്ത് ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടേതായ റിസർച്ച് നടത്തിക്കൊണ്ട് മാത്രം തീരുമാനം എടുക്കുക.
അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ 3 വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.